നെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഷിയർ ആണ്. ഷിയറിൻ്റെ അകത്ത് നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് മാറ്റുന്നുണ്ട്. ഷേപ്പിന് മാറ്റം വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഷിയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഷേപ്പ് വേറെ ഏതെങ്കിലും ഒരു ഷേപ്പിലേക്ക്, ഇപ്പോൾ സ്ക്വയർ ആണെങ്കിൽ അത് പാരലോഗ്രാം ആയിട്ടോ അങ്ങനെ ഏതെങ്കിലും വേറൊരു ഷേപ്പിലേക്ക് ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഷിയർ എന്ന് പറയുന്നത്. ഷിയർ കോമൺ ആയിട്ട് 3 ടൈപ്പ് ഷിയർ ആണുള്ളത്. എക്സ് ഷിയർ, വൈ ഷിയർ ആൻഡ് എക്സ് വൈ ഷിയർ. 3 ടൈപ്പ് ഷിയർ ആണുള്ളത്. ഓക്കെ, ദെൻ അതിൻ്റെ അകത്ത് എക്സ് ഷിയർ ആണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. അതിൽ സ്കെയിലിങ്ങും ഷിയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സ്കെയിലിങ്ങിൽ സൈസാണ്, ഒബ്ജക്റ്റിൻ്റെ സൈസാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പാണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ് ഷിയർ ആണ്. എക്സ് ഷിയറിൽ ഒബ്ജക്റ്റ് റിലേറ്റഡ് ടു എക്സ് ആക്സിസിലാണ് നമ്മൾ ഷിയറിംഗ് പെർഫോം ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ അതിൻ്റെ മെട്രിക്സ് എന്ന് പറയുന്നത് ഇതാണ്: 1 0 SHX 1. അതായത് SHX എന്ന് പറയുന്നത് ഷിയറിംഗ് പാരാമീറ്റർ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് എന്ന് കാണിക്കാനാണ് ഈ ഒരു പാരാമീറ്റർ. ഇത് ഷിയറിംഗ് പാരാമീറ്റർ ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എക്സ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിനകത്ത് കോർഡിനേറ്റ്സിന് വരുന്ന ചേഞ്ച് ആണ് കാണിച്ചിരിക്കുന്നത്. എക്സ് വൈ എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ന്യൂ പോയിന്റ് ആഫ്റ്റർ ഷിയർ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് X', Y' ആയിരിക്കും. അത് എന്താണ് അതിന് ചേഞ്ച് ഉണ്ടാവുന്നതാണ് കാണിച്ചിരിക്കുന്നത് ഇക്വേഷൻ വഴി. X' = X+ ഷിയറിംഗ് ഫാക്ടർ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് എന്നുള്ളത് ഇൻറ്റു വൈ. അതുപോലെ തന്നെ Y' യാതൊരു മാറ്റവും സംഭവിക്കില്ല. അതായത് വൈയുടെ വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും Y' കിട്ടുന്നത്. എക്സിൻ്റെ വാല്യൂ മാത്രമാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് മെട്രിക്സ് ഫോമാറ്റിൽ എഴുതുകയാണെങ്കിൽ ഇതൊരു റോ മെട്രിക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് കോളം മെട്രിക്സ് ആയിട്ടും കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ മെട്രിക്സ് X', Y' മെട്രിക്സ് XY ഇൻറ്റു നമ്മുടെ ഷിയറിങ്ങിൻ്റെ എന്താണ് മെട്രിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് 1 0 SHX 1 എന്നുള്ളത്. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സ് ഷിയറിൽ X' എന്ന് പറയുന്നത് X' എന്തായിരുന്നു, X' വാല്യുവേറ്റ് ചെയ്യുന്നത് X+ SHX ഇൻറ്റു വൈയും Y' Y ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഓരോന്നതിനെ കാണാം. 0 0 A' പുതിയ കോർഡിനേറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് X' ഇത് എക്സും ഇത് വൈയും ആണ്. സോ അപ്പോൾ 0 SHX എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതാണ്. 2 യൂണിറ്റ്സ് ആണ് ഞാൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 2 × 0 0 കിട്ടും. അതുപോലെ തന്നെ Y' എന്ന് പറയുന്നത് വൈയുടെ വാല്യൂ എന്താണോ അത് തന്നെ, അപ്പോൾ 0 തന്നെ. സോ അപ്പോൾ A' കിട്ടുന്നത് 0 0 ആയിരിക്കും. ന്യൂ കോർഡിനേറ്റ്സ് ഫോർ A എന്ന് പറയുന്നത് A' ആണ്, 0 0 ആണ് കോർഡിനേറ്റ്സ്. ഇനി അടുത്തത് പോയിന്റ് എന്ന് പറയുന്നത് B ആണ്. ബിയുടെ പോയിന്റ് കോർഡിനേറ്റ് വാല്യൂസ് 0 2 ആണ്. അത് X' ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാണ്. X + 0 + 2 × 2, അതായത് 4. Y' വൈയുടെ വാല്യൂ തന്നെ. അപ്പോൾ നമുക്ക് ബിയുടെ പുതിയ കോർഡിനേറ്റ്സ് കിട്ടുന്നത് 4 2 ആണ്. ഓക്കെ, 4 2 എന്നായിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് സിയുടെ കോർഡിനേറ്റ്സ് 2 2 ആണ്. അതിന് X' = 2 + 2 × 2, അതായത് 6 കിട്ടും. Y' = 2, അതായത് 6 2 ആണ് വരുന്നത്. ദെൻ ലാസ്റ്റ് ഡി വാല്യുവേറ്റ് ചെയ്യാനായിട്ട് ഡിയുടെ എന്ന് പറയുന്നത് 2 0 ആണ്. 2 0ക്ക് ഈ സെയിം ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ D' എന്ന് പറയുന്നത് C' ആണ്. D' എന്ന് പറയുന്നത് X' = X + 2 × 0 + 2. Y' Y തന്നെ. അപ്പം 2 0 എന്ന് കിട്ടും D'. ഓക്കെ, നമുക്ക് ഇത്രയും കിട്ടി. ഇതിനെ നമ്മൾ ഈ പുതിയ വാല്യൂസ് വെച്ചിട്ട് ഇതിനെ നമ്മൾ ഷിയറിംഗ്, ഈ ഒരു സ്ക്വയറിൻ്റെ അകത്ത് നമ്മൾ ഷിയറിംഗ് പെർഫോം ചെയ്യാൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ വാല്യൂ പ്ലോട്ട് ചെയ്യാണ്. A' എന്ന് പറയുന്നത് 0 0 ആണ്, അതായത് ഒറിജിൻ തന്നെയാണ്. A' ഇവിടെ തന്നെയാണ്. അടുത്ത പോയിന്റ് B' എന്ന് പറയുന്നത് 4 2 ആണ്. എക്സ് ആക്സിസിൽ 4ഉം Y ആക്സിസിൽ 2ഉം. അപ്പോൾ
ഇവിടെ വരും. ഓക്കെ, ഇനി അടുത്തത് സി എന്ന് പറയുന്നത് സി ഡാഷ് എന്ന് പറയുന്നത് 6 2 ആണ്. 6 2 എക്സ് ആക്സിസിൽ വൈ ആക്സിസിൽ 2 ഇത് വരും. ഓക്കെ, ദെൻ അടുത്തത് ഡി ഡാഷ് എന്ന് പറയുന്നത് 2 0 ആണ്, അതായത് ഇവിടെ തന്നെ. ഓക്കെ, അപ്പം ഞാനിതിനെ ആഫ്റ്റർ ഷിയറിംഗ് ഒബ്ജക്റ്റ് സ്ക്വയറിൽ നിന്ന് ഒരു പാരലോഗ്രാം ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ന്യൂ കോർഡിനേറ്റ്സ് കിട്ടുന്നത് ബൈ എക്സ് ഷിയർ. നെക്സ്റ്റ് വൈ ഷിയർ ആണ്. വൈ ഷിയർ എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസിൽ ട്രാൻസ്ഫോർമേഷൻ ഷിയർ പെർഫോം ചെയ്യുന്നതാണ്. അതിൻ്റെ മെട്രിക്സ് എന്ന് പറയുന്നത് 1 SHY എന്ന് പറയുന്നത് ഷിയറിംഗ് പാരാമീറ്റർ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് ആണ്. 0 1 ഇതാണ് അതിൻ്റെ മെട്രിക്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിൻ്റെ പുതിയ കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. എക്സ് ഡാഷിന് മാറ്റമൊന്നുമില്ല, അതായത് എക്സിൻ്റെ വാല്യൂ എന്താണോ അത് അങ്ങനെ തന്നെ റിട്ടൈൻ ചെയ്യും. വൈ ഡാഷിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് y പ്ലസ് HHY ഇൻറ്റു എക്സ് എന്നുള്ളതായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മളത് മെട്രിക്സ് ഫോമാറ്റിൽ നമുക്ക് റോ മെട്രിക്സ് ആയിട്ടോ കോളം മെട്രിക്സ് ആയിട്ടോ റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മെട്രിക്സ് എക്സ് ഡാഷ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു XY മെട്രിക്സ് XY ഇൻറ്റു ഷിയറിംഗ് മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾ നോക്കാം. സോ അപ്പോൾ ന്യൂ കോർഡിനേറ്റ്സ്, ഇതിൻ്റെ ന്യൂ കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് A00 ആണ്. സോ അപ്പോൾ എ ഡാഷ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് ഡാഷ് വൈ ഡാഷ് ആണ്. കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് തന്നെയാണ്, 0 തന്നെയാണ്. വൈ ഡാഷ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് SHY നമുക്ക് 2 യൂണിറ്റ്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ 0 ഇൻറ്റു 0, അപ്പോൾ ഇത് 0 തന്നെ കിട്ടും. അപ്പം എ ഡാഷിന് കിട്ടുന്നത് 0 0 എന്നുള്ള കോർഡിനേറ്റ്സ് ആണ്. ബി എടുക്കുകയാണെങ്കിൽ B02 ആണ്. അപ്പം ബി ഡാഷ് കാണാനായിട്ട് എക്സ് ഡാഷ് എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും. വൈ ഡാഷ് എന്ന് പറയുന്നത് വൈ പ്ലസ്, അതായത് 2 പ്ലസ് SHY എന്ന് പറയുന്നത് 2 ആണ് ഇൻറ്റു 0. എക്സിൻ്റെ വാല്യൂ 0 അല്ലേ. സോ ഇപ്പോൾ വൈ ഡാഷ് എന്ന് പറയുന്നത് 2 കിട്ടും. ബി ഡാഷ് കിട്ടുന്നത് 0 2 ആയിരിക്കും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പോയിന്റ്സ് ഫൈൻഡ് ചെയ്യാം. ബാക്കിയുള്ള പോയിന്റ്സ് ഫൈൻഡ് ചെയ്യുമ്പം എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 2, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 6 കിട്ടും. അതായത് സി ഡാഷ് ഡി ഡാഷ് ആണ് കേട്ടോ, തെറ്റിപ്പോയത് എനിക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കിട്ടുന്നത്. എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ആൻഡ് ഡി ഡാഷ് എല്ലാ വാല്യൂസും കിട്ടിയിട്ടുണ്ട്. സോ അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് വേണം വരയ്ക്കാൻ. ഓക്കെ, ഫസ്റ്റ് 0 0 ആണ്, ഒറിജിൻ തന്നെയാണ്, മാറ്റമില്ല. ദെൻ അടുത്തത് ബി ഡാഷ് എന്ന് പറയുന്നത് 0 2 ആണ്. 0 2 എന്ന് പറയുന്നത് ഇവിടെ വരും. ഓക്കെ, ദെൻ അടുത്തത് സി ഡാഷ് 2 6 ആണ്. സി ഡാഷ് 2 6 പ്ലോട്ട് ചെയ്യുമ്പോൾ 2 6 ഇവിടെ വരും. ഓക്കെ, ദെൻ ഡി ഡാഷ് 2 4 ആണ്. 2 4. Okay. Then ആഫ്റ്റർ വൈ ഷിയർ ഒബ്ജക്റ്റ് ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. സ്ക്വയർ ഒബ്ജക്റ്റ് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലേക്ക് മാറും. നെക്സ്റ്റ് എക്സ് വൈ ഷിയർ ആണ്. എക്സ് വൈ ഷിയറിൻ്റെ അകത്ത് ട്രാൻസ്ഫോർമേഷൻ 2 ഡയറക്ഷനിലും നടക്കും. സോ അപ്പോൾ നമുക്ക് എക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് SHX ഇൻറ്റു വൈയും വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് SHY ഷിയറിംഗ് പാരാമീറ്റർ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻറ്റു എക്സ് മെട്രിക്സ് ഫോമിലേക്ക് എഴുതുമ്പോൾ നമുക്ക് മെട്രിക്സ് എക്സ് ഡാഷ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു മെട്രിക്സ് XY ഇൻറ്റു 1 SHX ഇൻറ്റു അല്ല 1 ഇങ്ങനെയായിരിക്കും മെട്രിക്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പം എസ് വൈ ഷിയറിനകത്ത് ഇങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. നിങ്ങൾ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഇതുപോലെ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഈ ഒരു ഷേപ്പിലേക്ക് ഒബ്ജക്റ്റിൻ്റെ സ്ക്വയർ ആയിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് ഈ ഒരു ഷേപ്പിലേക്ക് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്.